അവരുടെ ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഈ രാവിലെ സമയത്ത്, ഈ ഉച്ചയുടെ സമയത്ത് ഫോർട്ട് കൊച്ചിയുടെ ഈ പ്രദേശത്ത് ഞങ്ങൾ ഈ സുവിശേഷമായിട്ട് വീണ്ടും കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളെ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്ന കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങളുടെ ജീവിതങ്ങളൊന്നും അത് നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ ആരും ആത്മഹത്യയിലേക്ക് പോകരുത്, നിങ്ങളൊക്കെ ഈ മയക്കുമരുന്നിന്റെ അടിമകളായി, രാസലഹരിക്ക് അടിമകളായി നിങ്ങളുടെ ജീവിതം തീരരുത്. അതിൽ നിന്ന് വിടിവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം സൃഷ്ടാവായ ദൈവമാണ്, നമ്മുടെ ജീവനുള്ള ദൈവമാണ്. മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നല്ല ദൈവം, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ വീണ്ടെടുത്ത. അത് ദൈവത്തിന്റെ വചനം പറയുന്നു, നാം നഷ്ടപ്പെട്ടു പോയപ്പോൾ, പാപത്തിൽ മുങ്ങി താണപ്പോൾ, പാപത്തിന്റെ പരിഹാരം വരുത്തുവാനായിട്ട് പകരക്കാരനായി ഈശോ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. വചനം വായിക്കുമ്പോൾ യേശുവിന്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ചു, യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, യേശുവിന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനും നീ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷയാണ് യേശു കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തത്. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശത്ത്, ഫോർട്ട് കൊച്ചിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, നിങ്ങൾക്ക് പുതിയ ഹൃദയം തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം തരുവാൻ യേശുവിന് സാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ആ യേശു എനിക്ക് പകരമായി മരിച്ചു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് യേശുവിനായി നിങ്ങളുടെ ഹൃദയം നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നെന്ന് അറിയുന്നില്ലയോ? അതുതന്നെയല്ല വചനം വീണ്ടും പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 47-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ശലോമോൻ അവൻ ആലയം പണിതു, അത്യുന്നതനായ കൈപ്പണിയായ സ്ഥലത്ത് വസിക്കുന്നില്ല താനും. സ്വർഗ്ഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? ഇതൊക്കെ എന്റെ കൈയല്ല ഉണ്ടാക്കിയത്. ദൈവം വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിലാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയം യേശുവിനായി വിട്ടുകൊടുത്താൽ, നിങ്ങൾ വിട്ടുമാറാത്ത പാപ സ്വഭാവത്തിൽ നിന്നും, മദ്യത്തിൽ നിന്നും, ഈ ലോകമോഹങ്ങളിൽ നിന്നും, മരണചിന്തയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് പ്രാപിക്കുവാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക, ഈ ദേശത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇന്ന് രാവിലെ കോലഞ്ചേരിയിൽ നിന്ന് യാത്ര ചെയ്ത ഈ വാഹനമായിട്ടൂടെ കടന്നു വന്നത്, പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചായിട്ട് ഞങ്ങൾ കടന്നു വരുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ദേശത്തുള്ള ആരും നശിച്ചു പോകരുത്. കർത്താവിന്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയിട്ട് അവൻ എന്ത് പ്രയോജനം? അപ്പോൾ ഒരു ജീവന്റെ വില എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ യാതനാ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിൽ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കർത്താവ് നമുക്ക് പകരമായി മരിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് കയറി വരാം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വൈപ്പിലും ഇവിടെ കടന്നു വന്നപ്പോൾ എത്ര ആളുകൾ, ഇപ്പൊ ഞങ്ങൾ തോപ്പുംപടിയിലൊക്കെ ഈ ശുശ്രൂഷ ചെയ്തപ്പോൾ എത്ര